പാതിര റെയ്ഡും ട്രോളി ബാഗുമൊക്കെയാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഇപ്പോഴത്തെ വിഷയം. ട്രോളി ബാഗും പാതിര റെയ്ഡുമെല്ലാം കോൺഗ്രസിന് അനുകൂലമായ ഒരു വിധിയിലേക്ക് നയിക്കും എന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. പാതിര റെയ്ഡിൽ CPM-ന്റെയും BJP-യുടെയും ഗൂഢാലോചനയാണ് എന്നും പാലക്കാട്ട് ഒരു ഒത്തുകളി നടക്കുന്നുവെന്ന് PV അൻവർ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള ചില നീക്കങ്ങൾ BJP-യുടെയും CPM-ന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന തരത്തിലേക്കുമുള്ള പ്രചരണമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അടക്കമുള്ള നേതാക്കന്മാർ പ്രചരണാർത്ഥം CPM-ന്റെ കൊടിയുടെ ചുവപ്പും BJP-യുടെ കൊടിയുടെ കാവിയും കൂടെ ചേർത്ത് തയ്ച്ച ഒരു കൊടിയുമായി പ്രചരണത്തിനെത്തിയത്. ആ പ്രചരണം വളരെ ശ്രദ്ധേയമായിരുന്നു. ആ കൊടിയുടെ കൂടെ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CJP കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന പേരിലായിരിക്കും വരും കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP-യും മത്സരിക്കുവാൻ പോകുന്നത് എന്നായിരുന്നു. ഒപ്പം അബിൻ വർക്കി പറഞ്ഞത് CPM-ന്റെ അരിവാൾ ചുറ്റികയും BJP-യുടെ താമരയും കൂടെ ചേർന്ന ഒരു ചിഹ്നമായിരിക്കും ഇനി ഈ കൊടിയുടെ ചിഹ്നം എന്നതടക്കമുള്ള പരിഹാസപരമായ രീതിയിലുള്ള പ്രചരണമായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയിരുന്നത്. അത്തരത്തിൽ പരിഹാസപരമായ ഒരു പ്രചരണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പോലീസ് സേനയുടെ ആസ്ഥാനത്തേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഈ വിഷയം ഒരു ട്രാപ്പായിരുന്നു എന്ന തരത്തിലേക്കുള്ള പ്രചരണമാക്കി മാറ്റുന്നുമുണ്ട് കോൺഗ്രസ്. മറ്റൊരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടം ഹോട്ടലിലെത്തിയ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് CPM ഒരു ഭാഗത്ത് പ്രചരണം നടത്തുന്നു. BJP സംബന്ധിച്ചും BJP-യും ഇത് വലിയ ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന മറ്റൊരു വീഡിയോ BJP-യുടെ തിരുവനന്തപുരം ജില്ലാ നേതാവായ VV രാജേഷും A റഹീമും തമ്മിലുള്ള ചില ഗൂഢാലോചനകളുടെ ദൃശ്യങ്ങൾ, അവരുടെ ചില സംഭാഷണങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പഴിചാരിക്കും പാലക്കാട്ടെ ട്രോളി ബാഗ് വിവാദം ഒരു വലിയ ചർച്ചാ വിഷയമാകുന്ന സാഹചര്യത്തിലാണ് ചേലക്കരയിൽ ഈ വിഷയം ചർച്ചാ വിഷയമാക്കുന്നത്. അതും യൂത്ത് ലീഗിന്റെ നേതാവായ PK ഫിറോസ്. അദ്ദേഹം ചേലക്കരയിൽ രമ്യ ഹരിദാസിന് വേണ്ടി പ്രചരണം നടത്തുന്ന വേളയിലുള്ള ഒരു പ്രസംഗം ഇപ്പോൾ വലിയ വൈറലായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ സംഭാഷണം കേൾക്കാം. പാലക്കാട്ട് താൻ പ്രചരണത്തിനെത്തിയിട്ട് കുറേ ദിവസങ്ങളായി, എന്നാൽ ഇതുവരെയും തനിക്കൊരു ചായ പോലും ഷാഫി പറമ്പിൽ വാങ്ങി തന്നിട്ടില്ല. ആ സമയത്താണ് ട്രോളി ബാഗിൽ കള്ളപ്പണം കടത്തുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും എന്ന തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ തനിക്ക് തോന്നി ഇത്രയും അധികം പണം ഉണ്ടായിട്ടാണോ തനിക്കൊരു കാലിച്ചായ പോലും വാങ്ങിത്തരാതിരുന്നതെന്ന്. അത്തരത്തിൽ പച്ചക്കള്ളമാണോ പണത്തിന്റെ കാര്യത്തിൽ ഷാഫി പറമ്പിൽ പറഞ്ഞതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഒരു ഹാസ്യരൂപേണ PK ഫിറോസ് ജനങ്ങൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ ചേരക്കലയിലെ പ്രവർത്തകർക്ക് മുമ്പിൽ, സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിലും മറ്റു മാധ്യമങ്ങൾക്ക് മുമ്പിലും പരിഹാസ രൂപേണ പറഞ്ഞു വെച്ചത്. ബഹുമാന്യനായ KPCC-യുടെ പ്രസിഡന്റ് ആദരണീയനായ ശ്രീ K സുധാകരൻ MP, പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ, പ്രിയപ്പെട്ട TN പ്രതാപൻ ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഈ ചേലക്കര മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വരാൻ പോകുന്ന 23-ാം തീയതി വിജയക്കൊടി പാലിക്കുക രമ്യ ഹരിദാസ് ആയിരിക്കും, ഐക്യ ജനാധിപത്യ മുന്നണിയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പിന്നെ ഇന്നലെ അർദ്ധരാത്രി മുതൽ വരുന്ന വാർത്തകൾ നമ്മൾ എല്ലാവരും കണ്ടു. എനിക്ക് വലിയ അതിശയമൊന്നുമില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട ഷാഫി വടകരയിൽ നമ്മൾ എന്തെല്ലാമാ കണ്ടത്. കാഫിർ സ്ക്രീൻഷോട്ട്, വ്യാജ വീഡിയോ, അവസാനം എന്തായി? 1,00,000-ൽ പരം വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിലിനെ വടകരയിൽ ഐക്യ ജനാധിപത്യ മുന്നണി UDF വിജയിപ്പിച്ചതെങ്കിൽ കൂട്ടത്തിലും രമ്യ ഹരിദാസും ഒരുമിച്ച് നിയമസഭയിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഇന്നലെ രാത്രി എനിക്കും ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ 2 ആഴ്ചയായിട്ട് ഞാൻ പാലക്കാടുണ്ട്. എല്ലാ ദിവസവും രാത്രി ഷാഫി പറയും പൈസയില്ല, കഷ്ടപ്പാടാണ്. 2 ആഴ്ചയായിട്ട് ഒരു ചായ പോലും ഈ മനുഷ്യൻ വാങ്ങിച്ചു തന്നിട്ടില്ല. ഇന്നലെ കള്ളപ്പണം ബാഗിൽ കൊണ്ടുവന്നു രാഹുൽ എന്ന് പറഞ്ഞപ്പോ, ഷാഫി ട്രോളിയിൽ കൊണ്ടുവന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഷാഫി ഇത്രയും ദിവസം പച്ചക്കള്ളമാണ് പറഞ്ഞതെന്നാണ്. പക്ഷേ പോലീസ് എല്ലാ പണിയും എടുത്തു നോക്കിയപ്പോ മനസ്സിലായി കള്ളപ്പണം പോയിട്ട് നേരായ പണം പോലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെയോ നേതാക്കന്മാരുടെയോ കയ്യിലില്ല. ഒറ്റ കാര്യം മാത്രമാണുള്ളത്, നമ്മുടെ കയ്യിലുള്ളത് ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വിജയക്കൊടിയിലേക്ക്, വിജയത്തിലേക്ക്, ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകും. ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിവാദ്യങ്ങൾ. ജയ് UDF.